ഇപ്പോഴാണ് ഈ പിതാവിന് ശ്വാസമൊന്ന് നേരെ വീണത്. ഫണ്ടായപ്പോൾ കണ്ണ് നിറഞ്ഞ് മനസ്സ് നൊന്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ആ പഴയ വീഡിയോ, അമർ ഷാ സാഹിബിൻ്റെ വീഡിയോ, അത് വെച്ചിട്ടാണ് കളിച്ചത്. ഞാൻ പറയുന്നത് സത്യസന്ധമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ മകൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കില്ല. കേരളത്തിലെ ഒരുപാട് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് അമർ ഷാ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഒരു 22 വയസ്സായ വിദ്യാർത്ഥിക്ക് ഒരു കൈത്താങ്ങായി മാറുകയാണ്. ആ പെൺകുട്ടിക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് ഒരുപാട് നാളെ ചികിത്സയിലായിരുന്നു. മജ്ജ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ചികിത്സാ സഹായം നടത്താൻ, ആ ഒരു ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ മാതൃകയായി മാറുകയാണ്. അവരാണ് ആ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കായി പണം പിരിച്ചു നൽകിയത്. ആ ഒരു സംഘടനയിലെ ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തീർച്ചയായും നമ്മളെ കുട്ടിയുടെ പിതാവ് ഷാഫി വളരെ സങ്കടത്തോടു കൂടി നമ്മളെ വിളിച്ചു പറഞ്ഞത്, മജ്ജ നൽകാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 50 ലക്ഷത്തിൽ പരം രൂപ ആവശ്യമാണ്. അപ്പോൾ ഓട്ടോ തൊഴിലാളിയായ ഞങ്ങൾക്ക് അത് കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ല, അതുകൊണ്ട് നമ്മളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വേദന കേട്ടപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി ആ ഒരു സങ്കടം പകർത്തി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു തുക നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ എന്ന് പറയുന്ന ആ മോള് മെഡിക്കൽ പരമായിട്ട് ഡയാലിസിസിൻ്റെ ടെക്നിക്കൽ കോഴ്സ് പഠിച്ച് IAS എന്ന് പറയുന്ന വലിയൊരു കടമ്പ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മോളാണ്. അപ്പോൾ ആ മോള് ആ ഒരു രോഗത്തിൻ്റെ കാഠിന്യത്തിലും നമ്മളോട് കൈപിടിച്ച് പറഞ്ഞത്, എനിക്ക് IAS പഠിക്കണം, എനിക്കൊരു കളക്ടർ ആവണം. അതുമാത്രമല്ല, ഈ ഒരു ഡയാലിസിസിൻ്റെ ടെക്നിക്കൽ കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ ഭാവിയിൽ കിഡ്നി രോഗികളായ ഒരുപാട് രോഗികൾക്ക് വലിയ രീതിയിൽ താങ്ങും തണലുമാകാൻ ആ കുട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ചികിത്സ മുടങ്ങരുത്, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ സർജറി മുടങ്ങരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു തുക കണ്ടെത്താൻ സാധിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ഈ പിതാവ് മജ്ജ നൽകും, ആ കുട്ടിയുടെ സർജറി നടക്കും, നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു നാട് മുഴുവൻ, മുരുക്കുമ്പുഴ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. അവരൊക്കെ വലിയ രീതിയിൽ പരിശ്രമിച്ചു, വലിയ രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു ഫണ്ട് ശേഖരണത്തിന് മുന്നോട്ട് പോയത്. മുരുക്കുമ്പുഴ നാട്ടിലുള്ള ഓരോ ആളുകളും ഇതിനു വേണ്ടി വലിയ പരിശ്രമം നടത്തി, രാപ്പകലില്ലാതെ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഫണ്ട് ശേഖരണത്തിൽ വിജയിച്ചു. ഇനി ഒരു സർജറിയും കൂടിയും വിജയത്തിലേക്ക് എത്തണമെന്നുള്ള പ്രാർത്ഥനയിലാണ്. അതിനിടയിലാണ് ഈ ഒരു ഫേക്ക് അക്കൗണ്ട്, ആ പെൺകുട്ടിയുടെ വ്യാജ വീഡിയോ, QR കോഡ്, അക്കൗണ്ട് നമ്പറൊക്കെ മാറ്റി അന്യസംസ്ഥാന ലോബികൾ ആ ഒരു വ്യാജ വീഡിയോ ഇറക്കി ഈ ഒരു ഫണ്ട് ശേഖരണത്തിൻ്റെ നടുവിൽ ആ ഒരു വീഡിയോ വന്നപ്പോൾ ഇതൊരു പാതി വഴിയിലാവുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു നമ്മളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ കുട്ടിക്ക് ആവശ്യമായ ഫണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ഓരോ മീഡിയാസും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോകൾ വരുന്ന സമയത്ത് അത് കൃത്യമായി പരിശോധിച്ച് ₹1 പോലും അർഹർക്ക് കിട്ടേണ്ടത് അനർഹരുടെ കയ്യിലേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ ഇങ്ങനെയുള്ള വ്യാജപരമായിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കൂടി നിങ്ങൾ ഓരോ മീഡിയക്കാരും ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഈ ഫാത്തിമ മാത്രമല്ല ഇരയാകുന്നത്, ഒരുപാട് രോഗികൾ ഇതിൽ ഇരയായി മാറുകയാണ്. കാരണം ഇങ്ങനെയുള്ള സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മറ്റുള്ള പിന്നാമ്പുറങ്ങളൊന്നും അന്വേഷിക്കില്ല, അവർക്ക് ആവശ്യമായ സഹായം പറ്റുന്ന രീതിയിൽ ചെറുതും വലുതുമായി ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പൊതുവെ മലയാളികൾ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാർത്ത കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കണം. ഇപ്പോഴാണ് ഈ പിതാവിന് ശ്വാസമൊന്ന് നേരെ വീണത്. ഫണ്ടായപ്പോൾ കണ്ണ് നിറഞ്ഞ് മനസ്സ് നൊന്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ഇവർ മാത്രമല്ല, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന് തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ രാത്രികളിലും ഓരോ പകലുകളിലും വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുകൊണ്ടിരുന്നത്. ഞാൻ അവസാന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭീമാപ്പള്ളിയുടെ പരിസരത്തിൽ നമ്മൾ ഓരോ ഷെയർ ചാലഞ്ചുമായിട്ട് പോയിരുന്നു. അപ്പോൾ ഈ മനുഷ്യന് ഓരോ പ്ലക്കാർഡ് പിടിച്ചിട്ട് ഓരോ ആളുകളോടും ഒന്ന് ഷെയർ ചെയ്യണേ, ഒരു പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് ഈ പ്രായത്തിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് തന്നെ വലിയ ഒരു മാതൃകപരമായ പ്രവർത്തനമായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. എന്തായാലും നാടും നാട്ടുകാരും വിജയിച്ചിരിക്കുന്നു. എല്ലാ ജില്ലകളിലും ഇങ്ങനെയുള്ള സഹായങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ 9 വർഷത്തോളമായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഏറ്റെടുത്തൊന്നും പരാജയപ്പെട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണ സപ്പോർട്ടും ഉണ്ട്.
അതെ, എൻ്റെ മകൾക്ക് 2 മാസങ്ങൾക്ക് മുമ്പാണ് അക്യൂട്ട് മെലോഡ് ലുക്കീമിയ എന്നുള്ള അസുഖം സ്ഥിരീകരിക്കുന്നത്. RCCയിൽ 19 കീമോ കഴിഞ്ഞു. അപ്പോൾ RCCയിൽ അത് ചെയ്യാൻ 100% ഈ HLA ടൈപ്പിങ്ങിൽ മാച്ച് ഉള്ളവർക്ക് മാത്രമേ മജ്ജ കൊടുക്കാൻ കഴിയുകയുള്ളൂ. മകനെ നോക്കിയപ്പോൾ മാച്ചില്ല. അപ്പോൾ എൻ്റേത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹാഫ് മാച്ചാണുള്ളത്. അത് പുറത്ത് സ്വകാര്യ ആശുപത്രികളിലേ അത് ചെയ്യുള്ളൂ. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയെ സമീപിച്ചപ്പോൾ 50 ലക്ഷത്തോളം രൂപ അതിന് ചിലവ് വരുമെന്ന് പറഞ്ഞു. ആ തുക ഭീമമായ തുക. അത് കേട്ടപ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ബന്ധു അദ്ദേഹത്തിൻ്റെ നമ്പർ തരികയും പുള്ളിയോട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ഞാൻ പറയുന്നത് സത്യസന്ധമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങളുടെ മകൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു. എങ്ങനെ നന്ദി പറയും എനിക്കറിയില്ല, അത്രത്തോളം. അതേപോലെ ഇദ്ദേഹം ഈ സുജാവുദ്ദീൻ സാഹിബ് എന്ന് പറയുന്നത് നമ്മുടെ മുരുക്കുമ്പുഴ ഒരു കമ്മിറ്റി ചെയർമാനായിരുന്നു. പുള്ളി മഹോരാത്രം പണിപ്പെട്ടു. എല്ലാ നാട്ടുകാരും ഒരുമിച്ച് നിന്നിട്ടാണ് സംഘടിപ്പിച്ചത്. ഇദ്ദേഹത്തോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരില്ല, അത്രയും. ഈ വ്യാജ വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെതിരെ എന്തെങ്കിലും നടപടിക്ക് പോകുന്നു? അതിന് അപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോടും തന്നെ ഞങ്ങൾ DGP ഓഫീസിൽ വന്നു. അവിടെ ഡയറക്റ്റ് ചെയ്തു, നിങ്ങൾ SP ഓഫീസ് ട്രിവാൻഡ്രം റൂറൽ പോകാൻ പറഞ്ഞു. അവിടെ അവിടെ സൈബർ സെല്ല്, ഇനി പ്രത്യേക സെല്ലുണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോയി എല്ലാ രേഖകൾക്ക് ലെറ്റർ എഴുതി കൊടുത്തു. അവർ അത് കംപ്ലീറ്റ് നോക്കി ഞങ്ങൾ വൈകുന്നേരം അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റി. ബ്ലോക്ക് ചെയ്ത് വീണ്ടും നല്ല ഫ്ലോ വരുന്ന സമയത്തായിരുന്നു ഇവർ ഈ കളി കളിച്ചത്. അപ്പം ഇവരുടെ ഈ പരിശ്രമം ഇവരുടെ അഭിപ്രായത്തിൽ തന്നെ ഒരു 15 ലക്ഷത്തോളം രൂപ തന്നെ അങ്ങനെ പോയിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് ഈ വ്യാജ വീട്. കാരണം ഇത് വെച്ചിട്ട് അൽ ഫലാഹ് എന്ന് പറയുന്ന വ്യാജം, അത് കഴിഞ്ഞ് ഇത് ബ്ലോക്ക് ചെയ്ത ശേഷം പിറ്റേന്ന് നോക്കുമ്പം അൽ ഉമ്മ എന്ന് പറയും വേറൊരു വ്യാജവും കൂടെ അതിൽ കയറിയത്. അപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും സൈബർ സെല്ലിൽ ബന്ധപ്പെട്ട് അപ്പോഴും അത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇത് വല്ലാത്തൊരു ഇതായത് ജനങ്ങളുടെ ആ ഒരു മനുഷ്യത്വം, കാരുണ്യം, ഇതിനെ അവർ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദൈവം കരുതിയിട്ട് ഒരാൾ നോക്കി ഇതൊന്നും നോക്കൂല. ആ പഴയ വീഡിയോ, അമർഷാ സാഹിബിൻ്റെ വീഡിയോ, അത് വെച്ചിട്ടാണ് കളിച്ചത്. ഇത് അവർ ശ്രദ്ധിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ ആ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അത് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റേതായ അതിൻ്റെ ആ വേദന, ആ രോഗിയുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വേദന ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് മാസ് അപ്പീലിംഗ് ആയിട്ട് തന്നെ ജനങ്ങളെ എത്തുകയും അങ്ങനെ നല്ല ഒരു ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരത് അതിവിദഗ്ധമായ രീതിയിൽ ഇത് നമ്മുടെ QR കോഡ് അതിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ 2 അൽഫല ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വ്യാജം പിറ്റേന്ന് തന്നെ അൽ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വരും. ഉടൻ തന്നെ ഞങ്ങൾ അപ്പോഴത്തന്നെ ബന്ധപ്പെട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റി. എന്തായാലും ഭാഗ്യവശാൽ സാറിൻ്റെയും നല്ലൊരു ടീം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം ഏതാണ്ട് 2 ആഴ്ച ഞങ്ങൾ കൂടെ ഉണ്ണാതെ ഉറങ്ങാതെ വർക്ക് ചെയ്തതിൻ്റെ ഫലം തന്നെയാണിത്. അപ്പോൾ ഇത് ഈ അമർഷാ സാർ പറഞ്ഞതുപോലെ ഇവരെ പോലുള്ള സത്യസന്ധരായിട്ടുള്ള വളരെ ത്യാഗപൂർണമായ ഈ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ജനങ്ങളുടെ ആ മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട്, ആ കാരുണ്യ മനസ്സ് ചൂഷണം ചെയ്തിട്ട് ഇതിന് നമ്മൾ എല്ലാ മീഡിയകളും ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ച് അത് കണ്ടുപിടിക്കണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടും അത് മീഡിയ ലെവലിൽ വളരെ വേണം. ഞങ്ങൾ അന്നത്തെ പ്രശ്നം ഞങ്ങൾ വീണ്ടും ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഫാത്തിമയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരണം പൂർത്തീകരിച്ചു. അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 60 ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചു. ഇനി ഫാത്തിമയുടെ സർജറി എത്രയും പെട്ടെന്ന് നടക്കും. അതിനു മുമ്പേ ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രാർത്ഥനയുടെ കൂടെ നിന്നവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് അമർഷാ ഫൗണ്ടേഷൻ. 60 ലക്ഷത്തിലധികം രൂപ ആ പെൺകുട്ടിക്ക് വേണ്ടി സമാഹരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ തന്നെ ഒരുപാട് രോഗികളെ ഇവർ ഇനിയും സഹായിക്കുമെന്നുള്ളതാണ്. പല ജില്ലകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഇവർക്ക് ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ അച്ഛൻ തന്നെയാണ് മകൾക്ക് വേണ്ടി മജ്ജ കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ചികിത്സയും
ഉണ്ടാകും. അതേസമയം ഈ പെൺകുട്ടിയുടെ വ്യാജ വീഡിയോ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 60 ലക്ഷം രൂപ സമാഹരിച്ചതോടുകൂടി ആ അക്കൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെ അറിയിക്കുകയാണ്, ഇനി ആ അക്കൗണ്ടിൽ പലതരത്തിൽ ആ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഇനി ആ അക്കൗണ്ടിലേക്കൊന്നും പണം ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, ന്യൂസ് തിരുവനന്തപുരം.